ഹലോ അസ്സാമു അലൈക്കും, വെൽക്കം ബാക്ക്. എന്തൊക്കെയാണ് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നില്ലേ? ഇന്നിപ്പോൾ ഇതാ നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ചോക്ലേറ്റ് ബനാന കേക്ക് റെസിപ്പി നോക്കിയാലോ. ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ ഇത് കഴിക്കാനായിട്ട്. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ടൊന്ന് കണ്ടു നോക്കുക. അപ്പോൾ നല്ല പഴുത്തിട്ടുള്ള 2 നേന്ത്രപ്പഴം എടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ല പോലെ ബ്ലെൻഡാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. നമ്മളില്ലേ ഇതിൽ മിൽക്കൊന്നും തന്നെ യൂസ് ആക്കുന്നില്ല കേട്ടോ, പക്ഷെ ഭയങ്കര ടേസ്റ്റാണ്. അപ്പോൾ ഫസ്റ്റ് തന്നെ നമുക്ക് ഈ ഒരു പഴം ഒന്ന് ബ്ലെൻഡാക്കാം. അപ്പോൾ അതിൻ്റെ കൂടെ ഒരു 1/2 കപ്പ് അളവിൽ പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ പഞ്ചസാരക്ക് പകരം ശർക്കര യൂസ് ആക്കാം കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ അതിൻ്റെ ഫ്ലേവർ ഇഷ്ടമാണെങ്കിലും കയ്യിലുണ്ടെങ്കിലും വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഇനിയിപ്പോൾ ഇതാ രണ്ടും കൂടി നല്ല പോലെ ബ്ലെൻഡാക്കി എടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് 2 കോഴിമുട്ട പൊടിച്ച് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി അതുകൂടെ ഒന്നുകൂടെ ഒന്ന് ബ്ലെൻഡാക്കിയിട്ട് വരാം. അപ്പോൾ ഫസ്റ്റ് തന്നെ പഴവും മുട്ടയും കൂടി ബ്ലെൻഡാക്കുകയാണെങ്കിൽ പഴം കട്ട പിടിച്ച് പോകണ്ട, വൃത്തിക്ക് ബ്ലെൻഡ് ആവാണ്ടിരിക്കണ്ട വിചാരിച്ചിട്ടാണ് ഇങ്ങനെ ബ്ലെൻഡാക്കി എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നല്ല സ്മൂത്തായിട്ട് തന്നെ നമുക്കിവിടെ ബ്ലെൻഡാക്കി ഇട്ടിട്ടുണ്ട്. ആ ഒരു മുട്ടയും പഴവും ഒക്കെ കൂടി നല്ല പോലെ മിക്സ് ആയിട്ടുണ്ട് കേട്ടോ. ഇനി നല്ല ഡ്രൈ ആയിട്ടുള്ള ഒരു ബൗൾ എടുക്കുക. അതിൽ ഒട്ടും തന്നെ വെള്ളത്തിൻ്റെ കണ്ടൻറ്റ് ഉണ്ടാവാൻ പാടില്ല കേട്ടോ. നമ്മൾ കേക്ക് ഉണ്ടാക്കുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണത്. ഇനി അതിലേക്ക് അതൊന്നും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതാ ഒരു 1/2 കപ്പ് അളവിൽ മൈദ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 ടീസ്പൂൺ അളവിൽ ബേക്കിംഗ് പൗഡർ ഇട്ട് കൊടുക്കുക. 1/2 ടീസ്പൂൺ അളവിൽ ബേക്കിംഗ് സോഡ, 1 നുള്ളു ഉപ്പ്, ഇത്രയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എൻ്റെ കയ്യിൽ സ്പൂണ് മിസ്സായി പോയതുകൊണ്ട് ഞാൻ 1/2 ടീസ്പൂണിൽ 2 പ്രാവശ്യമായിട്ടാണ് ബേക്കിംഗ് പൗഡർ എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് കൺഫ്യൂഷനൊന്നും വരണ്ട. ഇനിയിപ്പോൾ ഇതാ 1 ടീസ്പൂൺ അളവിൽ വാനില എസൻസും കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഈ ഒരു ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഫുള്ളായിട്ട് അതിലേക്ക് ഒന്ന് സീവ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ നല്ല പോലെ സീവ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുക. അതിൽ കട്ടയൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് പോയി കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതാ നന്നായിട്ട് തന്നെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിലുള്ള ചെറിയ ചെറിയ കട്ടകളും എന്തെങ്കിലും പൊടികളുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് പോയി കിട്ടൂടാ നമ്മളിങ്ങനെ ചെയ്യുന്ന സമയത്ത്. ഇനിയിപ്പോൾ ഇതാ നമുക്കിതൊന്ന് മിക്സാക്കി എടുക്കാം. ഒരുപാട് സ്പീഡിൽ അങ്ങ് മിക്സാക്കി എടുക്കുകയൊന്നും വേണ്ട, പെട്ടെന്ന് തന്നെ മിക്സായി കിട്ടും. നമ്മൾ കേക്ക് ഉണ്ടാക്കുന്ന സമയത്ത് ഭയങ്കര ഫാസ്റ്റായിട്ട് മിക്സ് ആവുകയാണെങ്കിൽ അത് ലൂസായി പോകാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഒന്ന് പയ്യെ ഒന്ന് മിക്സായി കൊടുക്കാം. ഇനി ഇതിലേക്ക് വേണ്ടതിൽ ചോക്ലേറ്റ് ആണ് കേട്ടോ. അപ്പോൾ ഒരു 1/2 കപ്പ് അളവിൽ ചോക്ലേറ്റ് ഒന്ന് ഗ്രേറ്റ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈ ഒരു ചോക്ലേറ്റും കൂടി ആവുന്ന സമയത്ത് നല്ലൊരു റിച്ച് ടേസ്റ്റ് ആയിരിക്കും. പിന്നെ മക്കൾ ആ ഒരു പഴത്തിൻ്റെ ഫ്ലേവറൊക്കെ ഒന്ന് മാറ്റി നിർത്തിയിട്ട് നല്ല പോലെ കഴിക്കുകയും ചെയ്യും കേട്ടോ. അപ്പോൾ ചോക്ലേറ്റും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്നുകൂടെ ഒന്ന് മിക്സാക്കി എടുക്കുന്നുണ്ട്. ഒരു 1-2 മിനിറ്റ് നേരം മിക്സാക്കേണ്ട പണിയേ ഉള്ളൂ കേട്ടോ. അത്രയും പെട്ടെന്ന് റെഡിയായി കിട്ടും. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ അളവിൽ ഓയിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതും കൂടി ചേർത്തിട്ട് ഒന്നുകൂടെ ഒന്ന് മിക്സാക്കി എടുക്കാം. അപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇതിലേക്കില്ലേ ഒരുപാട് ഓയിലൊന്നും ചേർത്ത് കൊടുക്കേണ്ട കേട്ടോ. നമ്മൾ മറ്റെന്ത് കേക്ക് ഉണ്ടാക്കുന്ന സമയത്തും ഒരുപാട് ഓയിൽ ചേർത്ത് കൊടുക്കേണ്ടി വരും. അപ്പോൾ അതിൻ്റെ ആവശ്യം ഇതിലില്ല. ഇനിയിപ്പോൾ ഇതാ നമ്മൾ ഏത് ടിന്നിലാണോ ബേക്കാക്കി എടുക്കുന്നത് ആ ഒരു ടിന്നിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പം ബട്ടർ പേപ്പറിന് പകരം കുറച്ച് ഓയിലൊന്ന് സ്പ്രെഡായി കൊടുത്തിട്ട് മൈദ ഒന്ന് തൂവി കൊടുക്കുകയാണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ബട്ടർ പേപ്പർ ഇല്ലാന്ന് വെച്ചിട്ട് ബേജാറാവേണ്ട, ഇതുപോലെ ചെയ്ത് കൊടുത്താൽ മതി. സൈഡിലും താഴ്ഭാഗത്തൊക്കെ നല്ല പോലെ ഒന്ന് ഓയിൽ സ്പ്രെഡായി കൊടുത്തിട്ട് ഒന്ന് മൈദ കൊണ്ട് നല്ല പോലെ ടെസ്റ്റ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇനിയിപ്പോൾ ഇതാ അതിന് മുകളിലായിട്ടും ഫുള്ളായിട്ടൊന്ന് ചോക്ലേറ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നല്ല പോലെ ചോക്ലേറ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ക്വാണ്ടിറ്റിയിൽ ഇട്ട് കൊടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ മുകൾ ഭാഗത്ത് ചോക്ലേറ്റ് ഇടുന്നത് സ്കിപ്പ് ചെയ്യാം, പക്ഷേ ഇങ്ങനെയും കൂടി ചേർത്ത് കൊടുക്കുന്ന സമയത്ത് ഭയങ്കര ടേസ്റ്റി ആയിരിക്കും. പിന്നെ നട്ട്സൊക്കെ ഉണ്ടെങ്കിൽ നട്ട്സും ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനിയിപ്പോൾ തന്നെ നമുക്കിതൊന്ന് ബേക്കാക്കി എടുക്കാം. അവനിലോ അല്ലാണ്ടോ ബേക്ക് ചെയ്തെടുക്കാം. അവനിലല്ലാണ്ട് ചെയ്യുന്ന വീഡിയോസൊക്കെ ഒരുപാട് പ്രാവശ്യം നമ്മൾ ചെയ്തിട്ടുണ്ട്. അവനില്ലാണ്ട് മെയ്ദ ഒന്നും യൂസ് ചെയ്യാണ്ടുള്ള ഒരു അടിപൊളി ചോക്ലേറ്റ് കേക്കിൻ്റെ റെസിപ്പി ഉണ്ട്. അപ്പോൾ അതിന് ഈ ഒരു വീഡിയോയുടെ എൻഡിൽ കൊടുക്കാം കേട്ടോ. അതൊന്ന് ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി. ഇതിപ്പോൾ ഒരു 1/2 മണിക്കൂറാണ് കേട്ടോ ബേക്ക് ആവാൻ എടുത്തിട്ടുള്ളത്. ഓവനിലാണെങ്കിൽ ഒരു 160 ഡിഗ്രിയിൽ 1/2 മണിക്കൂറൊന്ന് ബേക്കാക്കി എടുക്കാം. നിങ്ങൾ ഓവൻ്റെ ടെമ്പറേച്ചർ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം കേട്ടോ. എന്നിട്ടൊന്ന് വെച്ച് കൊടുക്കാം. അല്ലാണ്ടാണെങ്കിൽ നമ്മളൊരു പാനിലേക്ക് ഒരു റിങ്ങൊക്കെ ഇറക്കി വെച്ചിട്ട് ചെയ്യില്ലേ, അതുപോലെ ഒരു ലോ ഫ്ലെയിമിൽ 1/2 മണിക്കൂർ എടുത്തിട്ട് ബേക്കാക്കി എടുക്കാം കേട്ടോ. അപ്പം നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള നമ്മുടെ ചോക്ലേറ്റ് ബനാന കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ചൂടൊക്കെ ആറിയതിന് ശേഷം ആ ഒരു ടിന്നിൽ നിന്നൊന്ന് ഡിമോൾഡ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഈ ഒരു മുകൾ ഭാഗത്ത് കാണുന്നതിൽ നമ്മൾ ചോക്ലേറ്റ് ഇട്ട് കൊടുത്തിട്ടില്ലേ, അതാണ് കേട്ടോ ഭയങ്കര ടേസ്റ്റ് ചെയ്യുന്നത് കഴിക്കാനായിട്ട്. അപ്പോൾ ഇതാ ചൂടൊക്കെ ആറിയതിന് ശേഷം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ളൊരു ബനാന കേക്കാണ്. അപ്പോൾ മക്കൾക്കൊക്കെ എന്തായാലും ഉണ്ടാക്കി കൊടുത്ത് നോക്കാം കേട്ടോ.
അപ്പോൾ ഈ ഒരു റെസിപ്പിയോടെ എനിക്ക് ഇഷ്ടമാണെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാനായിട്ട് മറക്കരുത്. എന്നിട്ട് എനിക്ക് ഇഷ്ടമാണെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യും, കമൻറ്റ് ചെയ്യും ഒക്കെ ചെയ്യാട്ടോ. പിന്നെ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.